നമസ്കാരം. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഉദ്ദേശശുദ്ധിയോടുകൂടി പ്രവർത്തിക്കാനിട വരുമെങ്കിൽ പോലും ദീർഘവീക്ഷണത്തോടുകൂടി തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാത്ത പക്ഷം കൂടുതൽ പണം മുതൽ മുടക്കിയാൽ നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ട് ഇനി ഒരു വർഷത്തേക്ക് പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ ജീവിത പങ്കാളിയിൽ നിന്നും ആശ്വാസവചനങ്ങൾ കേൾക്കുവാനിടവരും. മാതാപിതാക്കളുടെ അനുഗ്രഹാശസ്സുകളും ഇതിന് ഉപോത്ബലകമായി തീരുവാനിടയുണ്ട്. ഈശ്വര പ്രാർത്ഥനകളും യുക്തി ചിന്തയോടുകൂടിയതായുള്ള സമീപനവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ദേഹക്ഷീണം അനുഭവപ്പെടുവാനിടയുണ്ട്. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരിൽ നിന്നും പ്രത്യുപകാരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുന്നത് വഴി വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടവരും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ചിലർക്ക് പകർച്ചവ്യാധിയും മറ്റു ചിലർക്ക് സാംക്രമിക രോഗങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. മേലധികാരി ചെയ്തു വെച്ചതായിട്ടുള്ള പല വിധത്തിലുള്ള അബദ്ധങ്ങളും തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മാസം മാത്രമല്ല 3-4 മാസത്തേക്ക് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്ന ധാരണ വേണ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ ഉടമസ്ഥരെ ധരിപ്പിക്കുക തന്നെ വേണ്ടതുമാണ്. ഭൂമി വിൽപ്പനയ്ക്ക് അകാരണമായിട്ടുള്ള കാലതാമസം ഉണ്ടാകുന്നത് വഴി മംഗളകർമ്മങ്ങൾക്ക് വേണ്ടി വായ്പ എടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മത്സരരംഗങ്ങളിൽ വിചാരിച്ച പോലെ വിജയം കൈവരിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവം, ഉപേക്ഷാ മനസ്ഥിതി എന്നിവ വർദ്ധിക്കുവാനിടവരും. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുമെങ്കിൽ പോലും ഉദ്ദേശിച്ച പോലെ നേട്ടം കുറയുവാനാണ് യോഗം കാണുന്നത്. പൂർവികർ അനുവർത്തിച്ചു വരുന്ന പല ആചാരക്രമങ്ങളും വർഷങ്ങളായിട്ട് അനുവർത്തിക്കുവാനിടയുള്ളത് കൊണ്ട് മനസ്സിന് ഏകാഗ്രത ഉണ്ടാകുവാനും ഏതൊരു വിപരീതമായിട്ടുള്ള ഘട്ടങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിട വരുമെങ്കിൽ പോലും അഹോരാത്രം പ്രവർത്തനവും ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറുകയായിരിക്കും നന്നാവുക. എന്നാൽ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാവുന്നതുമാണ്. ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിലേക്ക് എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്ക് പഠനമൊക്കെ പൂർത്തീകരിച്ചാൽ പോലും അവിടെ ജോലി കിട്ടുവാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് ശ്രമിക്കുവാനിടവരും. യുക്തിപൂർവമുള്ള സമീപനത്താൽ പല വിധത്തിലുള്ള പ്രലോഭനങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. പലപ്പോഴും സ്വന്തം ചെയ്യുന്ന പല കാര്യങ്ങളും സ്വന്തം നിലയിൽ അത്ര നേട്ടമൊന്നുമില്ല എങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരുവാനിട ഇടവരും. അതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. ഗതിവിഗതികൾക്കനുസരിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ എല്ലാ മേഖലകളിലും വന്നു ചേരുവാനിടയുണ്ട്. സഹായ സഹകരണം നല്ലതാണെങ്കിൽ പോലും വളരെ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും ഈ ഒരു കാലയളവിൽ ഈ ഒരു മാസം വേണ്ടതാണ്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുവാനും സാധ്യതയുണ്ട്. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിന് സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് പൂർണ്ണതയില്ലാത്തതുകൊണ്ട്
നിരസിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആദ്യ പുനഃസമർപ്പണം ഗുണകരമായി തീരുവാനും യോഗം കാണുന്നതുമുണ്ട്. ദുസ്സൂചനകൾ ലഭിച്ചതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. അഭിമാനത്തെ ചോദ്യം ചെയ്തതിനാൽ ജോലി രാജിവെക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും തൽക്കാലം പിന്മാറുക തന്നെ ആയിരിക്കും ഒരു വർഷത്തേക്ക് നന്നാവുക. യാത്രാവേളകളിൽ വിലപ്പെട്ട രേഖകളും ആഭരണവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ അനുകൂലമായിട്ടുള്ള ഫലം വന്നു ചേരുവാനിടയുണ്ട്. പുതിയ ആവിഷ്കരണ ശൈലിയൊക്കെ നല്ലതാണെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുള്ളതിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. വിനയത്തോടു കൂടിയതായിട്ടുള്ള സമീപനം പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുവാനിട വരും. ഏതൊരു സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും വിവേചന ബുദ്ധിയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം അതിജീവനത്തിന്റെ പാതയിൽ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. അവധി ലഭിക്കാത്തതിനാൽ ജന്മനാട്ടിലേക്ക് ഓണക്കാലത്തിനോടനുബന്ധമായിട്ടുള്ള യാത്രയ്ക്ക് തൽക്കാലം അതിനുവേണ്ടി പരിശ്രമിക്കാതിരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കാത്ത പക്ഷം കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിച്ച് അവിടെ തന്നെ ജോലി തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പല ആശയങ്ങളും വന്നു ചേരുമെങ്കിലും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് പ്രലോഭനങ്ങളിൽ നിന്നെല്ലാം പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. കരാർ ജോലികൾ ഏറ്റെടുത്ത് നടത്തുന്നവർക്കാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുള്ള കരാർ ജോലികളിൽ നിന്നും നഷ്ടങ്ങൾ സംഭവിക്കുവാനിടയുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടിയും യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തണുപ്പ് രാജ്യത്തു നിന്നും സമശീതോഷ്ണ രാജ്യത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും അവസരം വന്നു ചേരുവാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിജയശതമാനം കുറവുള്ളത് കൊണ്ട് ഒരുപക്ഷെ അടുത്ത വർഷവും കൂടി ഇനി ആദ്യ ഉപരിപഠന പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറാകുവാനായിട്ട് പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവര് പരമാവധി മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിലായിരിക്കും നന്നാവുക. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കുവാൻ സാധ്യതയുണ്ട്. മറ്റു ചിലർക്ക് സാംക്രമിക രോഗങ്ങളായിരിക്കാം, വേറെ ചിലർക്ക് പകർച്ചവ്യാധിയായിരിക്കാം. കാർഷികമായിട്ടുള്ള മേഖലകളിൽ വിചാരിച്ച പോലെ നേട്ടമില്ലാത്തത് കൊണ്ട് ഈ മേഖലയിൽ നിന്ന് പിന്മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഒരുപക്ഷെ മേലധികാരി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് അവലംബിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഒരുപക്ഷെ ഈ ഒരു മാസം മിക്ക ദിവസങ്ങളിലും 1-2 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ ഒരു പാത ഒരുപക്ഷെ തുടരുവാൻ തന്നെയാണ് യോഗമുള്ളത്. മേലധികാരികളിൽ നിന്നും നിർദ്ദേശങ്ങൾ ലഭിക്കും. 6 മാസം വേണ്ടിവരും എങ്കിൽ പോലും ഒരു വർഷത്തേക്ക് ഇങ്ങനൊരു സാഹചര്യം വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ ഗൃഹത്തിൽ നിന്ന് വിട്ടുനിന്ന് അല്ലെങ്കിൽ ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് സ്ഥിരതാമസമാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ഉപദേശങ്ങൾ കൊടുക്കുന്നതും ഉള്ള വിധത്തിൽ ചില കർമ്മമണ്ഡലങ്ങൾ വിഭാവനം ചെയ്യുവാനും തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്ര വേണ്ടി വരുവാനിടവരുമെങ്കിൽ പോലും പലതും ഫലപ്രദമായുള്ള രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കാത്തത് വഴി സ്വല്പം മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. അവിചാരിതമായിട്ടുള്ള ചെലവുകളെ കൊണ്ട്
നീക്കിയിരിപ്പ് കുറയുവാൻ സാധ്യത കാണുന്നു. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഏറ്റെടുക്കുവാനിട വരുമെങ്കിൽ പോലും ഒന്നും പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് വഴി രേഖാപരമായിട്ട് തന്നെ അതിൻ്റെ ബന്ധപ്പെട്ടവരെ അറിയിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ചികിത്സ ഫലിക്കുവാനിട വരുമെങ്കിൽ പോലും ഭക്ഷണ ക്രമീകരണങ്ങളും വ്യായാമവും ദിനചര്യയിൽ ഉൾപ്പെടുത്തണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. അവധി ലഭിക്കാത്തതുവനാൽ ഒരുപക്ഷെ വിദേശത്തു നിന്നോ ദൂരദേശത്തു നിന്നോ ജന്മനാട്ടിൽ ഓണാഘോഷത്തിന് വരുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവധി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മാതാപിതാക്കളെ ഈ ജോലി സ്ഥലത്തിനോടനുബന്ധമായി താമസിക്കുന്ന സ്ഥലത്തേക്ക് വരുവാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടവരും. വിദഗ്ധ നിർദ്ദേശം സ്വീകരിച്ച് കർമ്മമണ്ഡലങ്ങളിൽ പരിവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറാകുമെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ 2 മാസമായിട്ട് പല വിധത്തിലുള്ള തടസ്സങ്ങൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാം അതിജീവിക്കുവാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. ഇതിന് ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് പാഠ്യപദ്ധതിക്ക് 1 വർഷത്തെയോ അല്ലെങ്കിൽ 2 വർഷത്തെയോ പാഠ്യപദ്ധതിക്ക് വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കുകയും അങ്ങനെയുള്ള ഒരു പക്ഷം അത് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വേറെ ചിലർക്ക് ജോലിയോടൊപ്പം ഉപരിപഠനത്തിന് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്ന തോന്നലുകൾ ഒന്നും ഇല്ലെങ്കിൽ പോലും ചിന്തിച്ച കാര്യം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചാൽ മതി എന്ന ധാരണയോടുകൂടി തന്നെ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടയുണ്ട്. യാത്രാവേളകളിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. വാഹനോപയോഗത്തിൽ വളരെ നിയന്ത്രണം വേണ്ടതാണ്. അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള വാഹനോപയോഗം, അതിവേഗതയുള്ള വാഹനോപയോഗം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യം തൃപ്തികരമല്ലാത്തതുകൊണ്ട് ധാരാളം യാത്ര ചെയ്തുകൊണ്ടുള്ള ജോലികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി മുതൽ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ടുള്ള ജോലിക്ക് വേണ്ടി മേലധികാരികളെ കാണുവാനും അങ്ങനെ ക്രമീകരണം നടത്തുവാനുള്ള തീരുമാനത്തിന് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികൾ അവലംബിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും. സങ്കല്പങ്ങളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുന്നത് അഹോരാത്രം പ്രവർത്തിച്ച് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നതാണ്. ജനസ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള യോഗം കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാകുന്നത് ഗുണകരമായി തീരും. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചും സാമ്പത്തികമായിട്ടുള്ള നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ടും മക്കൾക്ക് ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അനുഭവജ്ഞാനമുള്ള മേഖലകളാണെങ്കിലും പണം മുതൽ മുടക്കിയാൽ നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ ഈ ഒരു ജൂലൈ മാസത്തിൽ മാത്രമാവുകയില്ല, 1 വർഷത്തേക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണത്തോടു കൂടിയതായിട്ടുള്ള ജീവിതം നയിക്കാൻ സ്വയമേവ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. കീഴ്വഴക്കം മാനിച്ച് മേലധികാരികളും ഉടമസ്ഥരും അനുവർത്തിച്ചു വരുന്ന പല കാര്യങ്ങളും അഹോരാത്രം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ തക്കവണ്ണം അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.